മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ ഗുരുതര പ്രതിസന്ധി. സമൂഹ മാധ്യമത്തിൽ തുറന്നെഴുതി ന്യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ. ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയകൾ മാറ്റേണ്ടി വരുന്നുവെന്നും ഡോക്ടർമാർ സമ്മർദ്ദത്തിലാണെന്നും കുറിപ്പ്. രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും അപേക്ഷിച്ച് മടുത്തുവെന്നും വകുപ്പ് മേധാവി. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. വിവരങ്ങളുമായി മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മീര, വിവാദമായതോടെ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നുവെങ്കിലും ഇത്തരത്തിലൊരു സമൂഹ മാധ്യമ പോസ്റ്റ് എഴുതേണ്ട ഒരു ദുരവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് ന്യൂറോളജി വിഭാഗം മേധാവിക്ക് എത്തേണ്ടി വന്നു എന്നതല്ലേ വസ്തുത? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന്, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഒക്കെ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ, പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും ശസ്ത്രക്രിയക്ക് ഉപകരണങ്ങളില്ല എന്നുള്ള തുറന്നു പറച്ചിലാണ് ഇന്ന് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് ചിറക്കലാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിലുള്ള വിഷയം ഉന്നയിച്ചിട്ടുള്ളത്. ഡോക്ടർമാരെല്ലാം തന്നെ സമ്മർദ്ദത്തിലാണ്. ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ അത് മാറ്റി വെക്കേണ്ടി വരുന്നു. തന്റെ മകന്റെ പ്രായമുള്ള കുട്ടിയുടെ ശസ്ത്രക്രിയ നടത്താൻ പോലും അവിടെ ഉപകരണങ്ങളില്ല. ഒപ്പം രാഷ്ട്രീയക്കാരോടും ഈ വിഷയത്തിൽ രാഷ്ട്രീയക്കാരോടും ഉദ്യോഗസ്ഥരോടും നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും അവരെ പോയി കണ്ടിട്ടും ഇതിലൊരു പ്രതിവിധി ഉണ്ടാകുന്നില്ല, മറിച്ച് അതിലൊരു മാറ്റമുണ്ടാകുന്നില്ല എന്ന് തന്നെയായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഈ ഒരു വിഷയം സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിൽ ഉന്നയിച്ചാൽ ചിലപ്പോൾ തന്നെ തിരിച്ചുവിടുമായിരിക്കുമെന്നും ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഈ മെഡിക്കൽ കോളേജിലെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ വിഷയം സമൂഹത്തിന് മുന്നിൽ എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അതിലൂടെ അറിയിക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപ് തന്നെ ഈ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിന് ആ പോസ്റ്റ് പിൻവലിച്ചെങ്കിൽ പോലും അത് വലിയ ചർച്ചയായി മാറുകയാണ്. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.